മജീദാക്ക നിങ്ങളൊന്ന് നോക്കിയത് വീടി മുഖ്യമന്ത്രി ആനാണ് റൂട്ടമക്കൂടി ഉരുളേന് മണ്ണെണ്ണ ഒട്ടുകാണ് തീ കൊടുക്കുക. പണ്ട് തമിഴ്നാട്ടിൽ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. വല്ലാത്തൊരവസ്ഥ അല്ലേ. കേരളത്തിൽ ഇതിലും വലുത് നടക്കും. 10 കൊല്ലം ഞങ്ങൾ ഭരിച്ചപ്പോൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഭൂരിപക്ഷത്തിന്റെ കുറവുകൊണ്ടല്ലല്ലോ ഇപ്പൊ ഈ നടക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കും. നിങ്ങളെ പാർട്ടിനെ തന്നെ ജയിപ്പിച്ചാൽ മതിയായിരുന്നു. ഇവരെ പാർട്ടി ജയിച്ചതാണ് ഇപ്പൊ വലിയ തെറ്റ്. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ നടന്നോളി. ജനങ്ങൾ ഇങ്ങൾക്കും വേണ്ടി തെരുവിലിറങ്ങി തല്ലൂടാണ്. പ്രവർത്തകരോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേക്കണോ, ബോർഡും ബാനറുകളൊക്കെ എടുത്തു മാറ്റാൻ പറഞ്ഞേക്കണോ. പെട്ടെന്നായിരിക്കും വിവരം വരാ. ഈ കേസേക്കാരും മുഖ്യമന്ത്രി. താങ്കളെ ആ വർത്തമാനം നിങ്ങൾ പറയണ്ട. ആണികൾ മുഴുവൻ ഈ വീടിന്റെ കൂടെയാണ്. അണികളൊക്കെ തന്റെ കൂടെയാണെങ്കിലും MLA-മാരൊക്കെ എന്റെ കൂടെയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനവും എനിക്ക് അനുകൂലമായിരിക്കും. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ MLA സ്ഥാനം രാജിവെച്ചിട്ട് വനവാസത്തിന് പോകും. ഈ വീടിയാണ് ഈ പറയുന്നത്. കേസിയെ നിങ്ങളിപ്പോ ഒരു MP അല്ലേ, നിങ്ങളൊന്ന് മാറിക്കൊടുക്കി. മൂപ്പര് തരെ മന്ത്രി ആയിട്ടില്ലല്ലോ. അതന്നെയാണ് പറഞ്ഞത്. ഇതുവരെ മന്ത്രി ആവാത്തവന് കേരളം ഭരിച്ചാല് ഒരു അന്തം കൊണ്ടുണ്ടാവില്ല. ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിലേ ഞാൻ വനവാസത്തിന് പോകും. ഇയാൾ അനങ്ങിയാ പറയും വനവാസം. എന്താണ് ഈ വനവാസം? വനവാസം എന്ന് പറഞ്ഞാലേ കാട്ടുക്ക് പോവാന്നുള്ളതാണ്. വീരപ്പന്റെ ഒരു കമ്പി അവിടെ ഉണ്ടല്ലോ, അത് നടത്താനാണ്.